നമ്മൾ കദ്രിയിലാണുള്ളത്. 2 ദിവസം മുമ്പ് നമ്മുടെ ടയറൊക്കെ ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോയായിരുന്നു. അപ്പോഴത്തെ ഇത് കണ്ടോ, ഗ്രീൻ പാനൽ, അവിടുത്തെ ഇക്കാൻ്റെ ചേട്ടൻ്റെ കടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അമീർ ഫർണിച്ചർ ഷോപ്പ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നേരെ കദ്രിയിലോട്ട് വന്നതാണ്. കദ്രിയിലെ ഇത് കണ്ടോ, ഭാരത് സൈക്കിൾ മാർട്ട്. അപ്പോൾ ടാറ്റയുടെ പ്രോഡക്റ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടയർ മാറാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കടയാണ്. അതുകൊണ്ട് നമ്മുടെ ടയറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് ടയറാണ് ബാക്കിലോട്ട് ഇട്ടിരുന്നത്. അത് മാറി ഫ്രണ്ടിലാക്കിയിട്ട് ഒരു ബൈക്കിലെ സ്പെയർ ടയർ കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കദ്രിയിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാർ. അപ്പോൾ ഞാൻ അവിടുന്ന് സാധനങ്ങളെല്ലാം കുഞ്ഞിനെയെല്ലാം അവിടെ ഇറക്കി വെച്ചിട്ട് നേരെ ഇങ്ങ് പോകുന്നതാണ്. അവിടുന്ന് ഒരു 5.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങോട്ട് വന്ന്, അപ്പോൾ അവരവിടെ വേറെ വർക്കിലിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ തന്നെ ഇക്ക ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോഴേ അവരുടെ വർക്ക് മാറ്റി വെച്ചിട്ട്, അവർ സൈക്കിൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വർക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. भाई आपका नाम क्या है? അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോഴേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈക്കിൾ ആദ്യമേ തന്നെ കയറ്റിട്ട്, ഇവിടെ ഈ സൈക്കിളിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വരുന്നത്. ഇവിടെ അസംബ്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കിഡ്സ് ബൈക്കിൻ്റെയൊക്കെ. അപ്പോൾ ശരി, വർക്ക് കഴിയുമ്പോഴത്തേനും നമുക്ക് വലിയ യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അഭി ഹം മാലിക്കോ മിലാ ഹെ. ഹലോ ജി, कैसा है? ठीक है. आपका नाम क्या है जी? अमीर. ये जगह का नाम क्या है? ये कदरी टू मोटिकपल्ली. मोटीपल्ली. कदरी से आगे 5 किलोमीटर. 5 किलोमीटर. ये एरिया का नाम? मोटिकपल्ली. मोटिकपल्ली. हाँ, मदनपल्ली हाईवे रोड. हाँ, NH 42. हाँ. अच्छा, ये आदमी है, मैं जाने का टाइम मेरे को बुला के इधर लेके आया. बाद में मैं देखेगा तो देखा इतना बड़ा बिजनेस का आदमी है. ते सादा आदमी लगता है. कोई ये मैं बड़ा है, मैं बड़ा फैक्ट्री का आदमी है, ऐसा कोई ये नहीं है दिल में. सादा आदमी. ओके जी, शुक्रिया शुक्रिया, बहुत बहुत शुक्रिया. ഓക്കെ, താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ തുമ്പമരം എന്നുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. തുമ്പമരം എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പേരാല്, ലോകത്തിലെ ഏറ്റവും വലിയ മരമാണ്. ഒരു വലിയ പേരാല്, ഏകദേശം 4.5 ഏക്കറോളം സ്ഥലത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പേരാല്. പിന്നെ പേരുള്ളൊരു പേരാല് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവുമോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളല്ലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതിയെ നീങ്ങാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് നമുക്ക് നെറ്റ്വർക്കൊക്കെ തീരെ മോശമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ കിടന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഇനി നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ശരി, നമ്മുടെ യാത്ര ഒരുങ്ങുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയായി കിടക്കുക. അവർക്ക് പാലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് ഇട്ട് അവർക്ക് രാവിലത്തെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഈ പാറക്കല്ലുകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെയാണ് പോരുന്നത്. 2 മലകളുടെ ഇടയിലുള്ള ഒരു ചെറിയ ചെരുവ്. ഇത്രയേ ഉള്ളൂ, ഒരു കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ ഈ ചെരുവുള്ളൂ. ആ ചെരുവിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. തിമ്മമരം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, ആ പാറയൊക്കെ നിൽക്കുന്നുണ്ടോ.
വളരെ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിച്ച പോലെയാണ് പാറകളൊക്കെ പൊട്ടി പൊട്ടി നിൽക്കുന്നത്. കാലാകാലങ്ങളുടെ ഇതുമൂലം പഴകി താഴേക്ക് പോരാൻ പരുവത്തിലാണ് ആ പാറകളൊക്കെ നിൽക്കുന്നത്. അവിടെയെല്ലാം ഉണ്ട്. ആ മലയുടെ മുകളിലൊക്കെ നമുക്ക് പാറകൾ കാണാം. അപ്പോൾ പാറക്കല്ലുകൾ നിറഞ്ഞ പ്രദേശത്തിനിടയിലുള്ള നല്ല കൃഷിഭൂമികൾ ഇത് കണ്ടോ. വയലൊക്കെ അവർ നെൽകൃഷിയാണ്. ഇവിടെ കൂടുതലും നെൽകൃഷിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, ഈ മലയുടെ അപ്പുറത്തെ സൈഡ് മുഴുവൻ തക്കാളി കൃഷികളാണ്. ഇതിൻ്റെ പുറകോട്ടൊക്കെ ഉണ്ട്. ആ മലയുടെ ചെരുവിൽ എല്ലാം തക്കാളി കൃഷികളുണ്ട്. ഇവിടെയെല്ലാം നെൽകൃഷിയാണ്. കാരണം ഇതിൻ്റെ ഇടയിലൂടെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്, ഒരു ചെറിയ തോട്. അതുകൊണ്ട് വെള്ളത്തിന് ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷികൾ നെൽകൃഷിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ടു. പക്ഷേ നമുക്ക് സൈക്കിൾ നിർത്തി, ഗട്ടർ റോഡുകളായതുകൊണ്ട് സൈക്കിൾ നിർത്തി ഒന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. ഇത് ശവക്കല്ലറകളാണ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള ശവക്കല്ലറകളാണ്. ഇത് ഒരു മലച്ചെരുവിൽ ഉള്ള ഒരു പ്രദേശം. അപ്പോൾ ശരി, നമ്മളിവിടെ നിന്ന് ഇനി 24 കിലോമീറ്റർ കൂടി എനിക്ക് പോകാനുണ്ട് ഈ വഴിയിലൂടെ. തിമ്മമരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇനിയും കുറേ ദൂരം ചവിട്ടാനുണ്ട്. വെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ യാത്ര. ഈ കഷ്ടത്തിനൊക്കെ മുകളിലുള്ളവൻ, അതാരാണേലും ആ ശക്തി എനിക്ക് ബലം തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാണണം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. തിമ്മമരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ കണ്ട വലിയ കല്ലുകൾ അടുക്കി വെച്ചതല്ല, പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു സ്ഥലമാണ് അത്. അതിൻ്റെ മാർഗമാണ്. പക്ഷേ കല്ലിങ്ങനെ നോക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ച. വീടിൻ്റെ കല്ലൊക്കെ തള്ളി വെച്ചിരിക്കുന്നത് കാണാൻ വീഴുന്ന രീതിയിലാണ് കല്ലുകൾ. വഴിയിൽ തന്നെയാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുന്നത്. കദ്രിയിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഈ പാടവും ഈ പാറക്കല്ലും ഈ മലകളുമെല്ലാം നമുക്ക് കാണാൻ പറ്റും. പ്രകൃതിയുടെ ഒരു വികൃതി തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ സൈക്കിൾ നിർത്താതിരിക്കാൻ പറ്റിയല്ലോ. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഇവിടെ മുഴുവൻ ഈ മലയുടെ സമീപം കൃഷിഭൂമികളാണ്. ഇതെല്ലാം വയലായിരുന്നു. നെല്ല് കഴിഞ്ഞപ്പോൾ അവർ ഇനി തക്കാളി കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു നല്ല പ്രദേശം. വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ റാഗി കൃഷി ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ റാഗിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുമല്ല. പ്രധാനമായിട്ട് റാഗി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കച്ചി പശുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം നിറച്ച് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. വലിയ മരങ്ങളാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന ഒരു പെരുമരത്തിൻ്റെ ചുവട്ടിലാണ്. അതുപോലെ തന്നെ മാന്തോപ്പുകളുണ്ട്. പിന്നത്തെ ആ ഭാഗത്തെല്ലാം തക്കാളി കൃഷിയാണ്. ഇവിടുത്തെ പ്രധാന വരുമാനം തക്കാളി, പിന്നെ നമ്മുടെ കത്രിക്ക, ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അത് മുഴുവൻ തക്കാളി കൃഷിയാണ്. ആ കാണുന്നത് മുഴുവൻ തക്കാളി കൃഷിയാണ്. ആ ഭാഗം മുഴുവൻ തക്കാളി കൃഷി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വെള്ളമില്ലാത്ത പ്രദേശമായതിനാൽ എല്ലായിടത്തും കുഴൽക്കിണറുകൾ നിർമ്മിച്ചിട്ടാണ് അവർ ജലസേചനം നടത്തുന്നത്. ആ മലയുടെ താഴ്വാരത്തെല്ലാം തക്കാളി കൃഷിയാണ്. പാറ പൊട്ടിച്ച് മാറ്റി അവിടെ മണ്ണടിച്ചുയർത്തി അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഉള്ള ഭൂമി വൃത്തിയായി സൂക്ഷിക്കുന്നു. നമ്മുടെ അവിടുത്തെ പോലെ റബ്ബർ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നമ്മുടെ എവിടെയാണെങ്കിൽ മൊത്തം ഇപ്പോൾ റബ്ബറായിരുന്നു. ഈ ഇങ്ങനെയുള്ള മലകളുടെ മുകളിലും താഴെയുമെല്ലാം അവിടെ ഇറിഗേഷന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ ഒക്കെ ഇടുന്ന ആളുകളെ കാണാം. ആ ഭാഗത്ത് അവിടെ വയലിൽ ഇറിഗേഷന് വേണ്ടി പൈപ്പ് ഇടുന്ന ആളുകളെ കാണാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്തെല്ലാം ആ ഭാഗത്തെല്ലാം തക്കാളി പുതിയത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ മറ്റേ ഷീറ്റിട്ടല്ല കൃഷി ചെയ്യുന്നത്, നേരെ മണ്ണിൽ കുഴിച്ചു വെച്ചുള്ള കൃഷി രീതിയാണ്. ചിലയിടത്ത്
അതിനിടയിൽ ഇവിടുത്തെ ഗ്രാമമുഖ്യനെയൊക്കെ എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം എന്നെ അങ്ങോട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. തക്കാളിത്തോട്ടത്തിൻ്റെയും മലനിരയുടെയും ഒക്കെ സമീപത്തൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്. ഒരു ക്ഷീണമുണ്ട് അവൾക്ക്. കാരണം 2 ദിവസമായിട്ട് അവൾ റെസ്റ്റായിരുന്നല്ലോ. അപ്പോൾ കാറ്റടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേനും അവൾക്കൊരു ചെറിയ ക്ഷീണം. അതുപോലെ തന്നെ നല്ല ഉറക്കത്തിലാണ് ആൾ. ഇതുണ്ടോ നമ്മളവളെ. പിന്നെ നമ്മളൊരു പുതിയ പമ്പും വാങ്ങിച്ചു. നമ്മുടെ പഴയ പമ്പ് നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തതാണ്. അത് പക്ഷേ നമുക്ക് ഉപദ്രവമായിപ്പോയി. അത് ഓടിച്ചു തന്നു കയ്യിൽ. അതുകൊണ്ട് നമ്മൾ ഫുഡ് പമ്പാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് കാലുകൊണ്ട് ചവിട്ടി കാറ്റ് നിറയ്ക്കാൻ പറ്റും. അപ്പം ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അപ്പം നമ്മളിപ്പം സൈക്കിൾ ചവിട്ടി കദ്രിയിൽ നിന്ന് തിമ്മമ്മ മരമ എന്ന ഏരിയയിലാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ പേരാൽ ഒരൊറ്റ മരമാണ്. ഒരൊറ്റ മരം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ഏക്കർ സ്ഥലത്താണ് ഈ പേരാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽപ്പെട്ട ഒരു മരമാണ്. കാരണം ഒരു പേരാൽ ഇത്രയും ഏരിയയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുക എന്നുള്ളത് ലോകത്ത് തന്നെ ഏക മരമാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വലിയൊരു മലഞ്ചെരുവിൻ്റെ നടുവിലാണ് ഈ മരം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുള്ളിലൊരു ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് നമുക്കിന്ന് പോകാം. അപ്പോഴത്തെ ചെറിയൊരു പിള്ളേരുടെ കളിസ്ഥലവും ഒരു ചെറിയ റെസ്റ്റിംഗ് ഏരിയയും ഒക്കെ ചേരുന്ന ഒരു പ്രദേശമാണിത്. ഇതാണ് ആ പേരാൽ. വളരെ മനോഹരമായ രീതിയിൽ തന്നെ അതിനെ സംരക്ഷിച്ചു വരുന്നു. കാടുകളൊന്നും വെട്ടിത്തെളിക്കാതെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനെ സംരക്ഷിക്കുന്നത്. മറ്റ് മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. അതിനിടയിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേരാലിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പം നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഒരൊറ്റ മരം, അതിൻ്റെ ശാഖകളും വേരുകളും ഒക്കെ ഇറങ്ങിയതിന് ശേഷം അത് പടർന്നിങ്ങനെ കിടക്കുകയാണ്. ഇതിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലോട്ട് വരുന്നവരാണ് കൂടുതലും ഇങ്ങോട്ട് വരാറുള്ളത്. പക്ഷേ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള ഒരു ആൽമരമാണ്. ഈ മരത്തിൻ്റെ തണലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, വലിയ കാറ്റ് വരുമ്പോഴത്തേനും വലിയ കാടിളകി വരുന്ന പോലെയുള്ള സൗണ്ടാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു മരത്തിൻ്റെ ഒരു ശാഖ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. വേരാണ്, ആ വേരിറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആളുകൾ പൂജാ സാധനങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. വളകൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഓരോരോ നേർച്ചകളായിരിക്കാം. ചരട് കെട്ടുന്ന ഒരു നേർച്ചയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നന്ദിയുടെ ഒരു ശില്പമാണ് നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത്. അവിടെയും ഒരു വേര് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. വളരെ പഴക്കമുള്ളൊരു വേരാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഗണപതിയുടെ വിഗ്രഹവും മുരുകൻ്റെ വിഗ്രഹവും ദേവീ വിഗ്രഹവും ഒക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. പക്ഷേ തിമ്മമാമ്പ ടെമ്പിളാണിത്. തിമ്മമാമ്പയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഉള്ളിൽ നമുക്കത് കാണാം. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെ തുറന്നാണ് കിടക്കുക, അമ്മൻ ക്ഷേത്രങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വലത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദേവീദേവന്മാരുടെ ഒരു ശില്പങ്ങൾ നിറഞ്ഞ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഈ പലയിടത്തും ഇങ്ങനെ ചെയ്യുന്നത് കാണാം. നമ്മൾ മണികെട്ടമ്പലത്തിൽ പോയപ്പോൾ ആലിൽ മണി കെട്ടുന്നത് കണ്ടു. ഇവിടെ വളയാണ് കെട്ടിത്തൂക്കുന്നത്. വളയും തുണിയുമൊക്കെയാണ് കെട്ടിത്തൂക്കുന്നത്. അപ്പോൾ
ഇവിടെ വിവിധ ദേവീദേവന്മാരുടെ ശില്പങ്ങളാണ് ഈ തറയോടനുബന്ധിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൽമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ട് ധാരാളം നരിച്ചീറുകൾ, അതായത് വവ്വാലുകൾ ഇതിൻ്റെ മുകളിലുണ്ട്. ധാരാളമുണ്ട് കേട്ടോ. അതാണ് ഈ ഒച്ച കേൾക്കുന്നത്. ധാരാളം തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകളാണ് ഒരു പ്രദേശം മുഴുവൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്കാൻ നമുക്ക് അനുവാദമില്ല. ഇതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ പണികൾ നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ട്രാക്ടറൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ മരങ്ങളും വേരിറങ്ങിയ മരങ്ങളാണ്. ഒന്നിൽ നിന്നൊന്ന് കണക്ട് ചെയ്തിരിക്കുന്ന മരങ്ങളാണിതെല്ലാം. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സൈഡിലെല്ലാം മണ്ണിട്ട് ഇതിൻ്റെ പുനരുദ്ധാരണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ള സ്വാമിയാണ് വെങ്കിട്ടസ്വാമി. ഇതും വെങ്കിട്ടസ്വാമി തന്നെയാണ്. അപ്പോൾ അവർ ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ ഞാൻ വന്നു. അപ്പോൾ എന്നോട് സംസാരിച്ചു. ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, മണ്ണൊക്കെ ഇട്ടതൊക്കെ ലെവൽ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ ആൽമരം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വലിയ ആഗ്രഹം. കാരണം ഗിന്നസ് റെക്കോർഡുള്ള ഒരു ആൽമരം ഇവിടെയുള്ളപ്പോൾ അത് വന്ന് നമ്മളൊന്ന് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. കാരണം പിന്നീട് ഒരു അവസരത്തിൽ നമുക്കിത് കാണാനോ ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നല്ല സ്നേഹത്തോടെ സ്വാമി നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് വലിയൊരു കാര്യമായി. ആദ്യമായിട്ടാണ് ഒരു സ്വാമി നമ്മളെ അനുഗ്രഹിക്കുന്നത്. പറയുന്ന നരിച്ചീറല്ല, വവ്വാല്, വലിയ വവ്വാലില്ലേ, നമ്മുടെ റംബുട്ടാൻ്റെ ശത്രു. ഇവൻ വന്ന് കയറി കഴിയുമ്പോഴാണല്ലോ നമുക്ക് പക്ഷിപ്പനി, ആപ്പനി, ഈപ്പനി എല്ലാം വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പക്ഷിയും കുത്തി, കാളയും കുത്തി, പോത്തും കുത്തിയ റംബുട്ടാൻ മുഴുവൻ കേരളത്തിലോട്ടുള്ള ബിസിനസ് ട്രക്കിൽ എടുത്തു കയറ്റുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കും, നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്നത് മാത്രം വാവൽ കുത്തിയതും ബാക്കി എല്ലാ നാട്ടിൽ നിന്ന് വരുന്നതും വാവൽ കൊത്താത്തതുമാണെന്നുള്ളൊരു പരസ്യവും അങ്ങ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ബിസിനസ് മുഴുവൻ, കൃഷിക്കാരെ മുഴുവൻ കുളത്തിലിറക്കിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് കയറ്റും, കമ്മീഷൻ അടിക്കും. ഇത് തന്നെ പരിപാടി. ചില പ്രത്യേക ആളുകളെ സംരക്ഷിക്കാനുള്ള പരിപാടി. അത് നമുക്ക് കാണാം. കാഞ്ഞിരപ്പള്ളി കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ചില പ്രത്യേക ആളുകൾ മാത്രമേ അവിടെ ബിസിനസ് ചെയ്യാറുള്ളൂ. അവരെ സംരക്ഷിക്കാനുള്ളൊരു പരിപാടി. അതാണ് ഈ വവ്വാലും കൂട്ടം. പണ്ട് കാലത്ത് ഇതിലും കൂടുതൽ വവ്വാലും കൂട്ടം ഉണ്ടായിരുന്നു. അന്നും എല്ലാവരും വവ്വാല് കടിച്ചതും അണ്ണാൻ ചപ്പിയതും ഒക്കെയാണ് നമ്മൾ തിന്നുകൊണ്ടിരുന്നത്. ഒരു പനികളും ആർക്കും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മാത്രം ചിന്തയായിരിക്കില്ല കേട്ടോ, ഇങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ മരത്തിന് ഏകദേശം 660 വർഷം പഴക്കമുണ്ട്. അത് അന്നത്തെ സമയമാണ്. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞുള്ള ഇത് മുമ്പുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്ന് 3.5 ഏക്കറിലായിരുന്നു. ഇന്ന് ഏകദേശം 9 ഏക്കറോളം അത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. 3.5 ഹെക്ടറാണ് കേട്ടോ. 3.5 ഹെക്ടർ, അതായത് 2.4 കൂടെ അതിൽ ഇൻറ്റു 2.4. അപ്പം ഏകദേശം 9.5 ഏക്കർ സ്ഥലത്തുണ്ട്. അപ്പോൾ ഇത് 1989 ഇതിന് അന്ന് 1650 വേരുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1650 വേരുകൾ ഇറങ്ങിയിട്ട് അത്രയ്ക്ക് വലുതായി നിന്നിരുന്ന ഒരു ട്രീ ആണിത്. അപ്പോൾ ഇപ്പോൾ അതിലും കൂടുതലുണ്ട്. ഏകദേശം 9 ഏക്കർ സ്ഥലത്താണ് ഈ മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കാണേലും ഒരു ചെറിയ പാർക്കും കാര്യങ്ങളും, കുട്ടികൾക്ക് ഒന്ന് കളിക്കാനാണേലും ഉള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
അപ്പോൾ ഇതിങ്ങനെ ചുറ്റി നടന്ന് നമുക്ക് കാണാം. പക്ഷേ ഒരു പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അവിടെ റിനോവേഷൻ പണിയൊക്കെ നടക്കുകയാണ്, വാക്വേ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ ആൽമരത്തെ ഒന്ന് ചുറ്റി വരാമെന്നോർത്ത് പോവുകയാണ്. അപ്പോൾ ഉള്ളിലോട്ടുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതും കാട് പിടിച്ചതുമായ പ്രദേശത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണും, എങ്കിലും നമുക്ക് സംഭവം കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പാമ്പും ഒക്കെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ധൈര്യം സംഭരിച്ച് പോവുകയാണ്. പാമ്പിൻ്റെ വഴിക്ക് പൊക്കോളും. നമ്മളിപ്പോൾ അധികം ഷൂ ഒക്കെ ഇടാൻ വേണ്ടി തിരിച്ച് ചെന്ന് ഷൂ ഒക്കെ ഇട്ട് ഇനി അവിടെ ചെന്ന് അകത്തോട്ട് കയറി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തെ ഈ ബെന്യാൻ മരം, അതായത് പെരാല് കിടക്കുന്ന ഏരിയയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാട് പ്രദേശമാണ് കേട്ടോ, കാരണം ഇതും റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടോ, സോളാർ ലൈറ്റുകളൊക്കെ ഉണ്ട്, രാത്രിയും ഇവിടെ ആളുകളൊക്കെ വരുന്നതാണ്. പക്ഷേ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഏരിയ ഇനിയും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമായതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ ഏരിയ മൊത്തം ഏകദേശം 20 ഏക്കറോളം സ്ഥലം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ പിന്നീട് അത് കുറച്ചെല്ലാം ഇത് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഇനി നമ്മൾ കാട്ടിനുള്ളിലോട്ട് കയറുവാണ്, കാരണം അതിൻ്റെ ബൗണ്ടറി ഇവിടെ വരെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. വവ്വാല് തൂങ്ങിക്കിടക്കുന്ന കണ്ടു. ഈ സൈഡിൽ മൊത്തം ആ കാ പോലെ കറുത്ത് കിടക്കുന്ന മുഴുവൻ വവ്വാലാണ്. വവ്വാലിൻ്റെ കളിയാണ് ഈ മരത്തേൽ. ഞാൻ മുമ്പേ അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങളെ കാണിച്ചായിരുന്നു. വവ്വാലിൻ്റെ കളിയാണ് ഇവിടെ. ഇത്രയും ഭാഗം മൊത്തം വവ്വാലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാടുകളൊക്കെയാണ്, കരടിയോ കടുവയോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. നമ്മുടെ വേലിക്കെട്ടിൻ്റെ അകത്താണ്, അതായത് ഫെൻസിങ് ഇട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ട്രാക്ടറൊക്കെ ഇതുവഴിയാണ് കയറി പോകുന്നത് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട്. അപ്പം ക്ഷേത്രത്തിൻ്റെ ഇങ്ങേ സൈഡിലാണ് നമ്മളുള്ളത്. മുമ്പ് ഞാൻ കാണിച്ച ട്രാക്ടർ കിടക്കുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നതാണ്. ഇതുണ്ടോ, അപ്പൂപ്പന്താടിയുടെയൊക്കെ വേരിറങ്ങി കിടക്കുന്നതാണ്ടോ. ഇത് അപ്പൂപ്പന്താടി മരത്തിൻ്റെയാണ് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ അല്ല.